പലയിടങ്ങളിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊതുവിലുള്ള ഒരു കാലാവസ്ഥ റിപ്പോർട്ടും കൂടി മുന്നറിയിപ്പുകൾ കൂടി പരിശോധിക്കാം. കാരണം പലയിടങ്ങളിലും കാലാവസ്ഥ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കോട്ടയത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും ഈ അവധി ബാധകമാണ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ല എന്ന കാര്യം കൂടി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് സംസ്ഥാനത്തെ ഒരു പൊതു കാലാവസ്ഥാ സാഹചര്യം കൂടി പരിശോധിക്കണം. ബിനിൽ ലീല സാബു ചേർന്നുണ്ട്. ബിനിലെ എല്ലായിടത്തും മഴയുണ്ട്. മഴ മാത്രമല്ല, മഴക്കെടുതികളുണ്ട്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ആളുകളുടെ മിസ്സിങ്ങും ഒക്കെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മണിക്കൂറുകളാണിത്. അപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണ്? സേതു, ഈ ലാഹയിൽ മാത്രം പത്തനംതിട്ട ലാഹയിൽ മാത്രം 302 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അത് വലിയ രീതിയിലുള്ള മഴയാണ്. അതുകൊണ്ട് പലയിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ നേരത്തെ ശേഖർ കുര്യാക്കോസ് KSDBയുടെ മെമ്പർ സെക്രട്ടറി പറഞ്ഞത് പലയിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ആശ്വാസമായ ഒരു കാര്യം, തെക്കൻ ജില്ലകളിലെ മഴ വരും മണിക്കൂറിൽ കുറയും എന്നുള്ളതാണ്. നിലവിൽ 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ 6 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് അടുത്ത 3 മണിക്കൂറിലേക്കാണ്. ഏകദേശം 8 മണിക്ക് ശേഷം കൃത്യമായ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇക്കാര്യത്തിൽ വരും എന്നുള്ളതാണ്. അതിൽ പല ആറുകളിലും ജലനിരപ്പ് കാര്യമായി ഉയരുന്നുണ്ട്. മീനച്ചിലാറിലും ജലനിരപ്പ് ഉയരുന്നത് കോട്ടയത്ത് നിന്ന് അജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയും അടുത്ത 3 മണിക്കൂറിൽ ജലനിരപ്പ് താഴും എന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിലെ മഴയുടെ അളവ് കുറയുന്നതോടെ വെള്ളം അവിടെയും ഇറങ്ങാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. ഇവിടെ വെള്ളം കയറാനുള്ള അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ജാഗ്രത നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. നിലവിൽ സംസ്ഥാനത്തെ മഴ മുഴുവനായി പരിശോധിക്കുമ്പോൾ 2 ആളുകളെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും KSDMA അധികൃതർ പറയുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലും ഉണ്ട്. പക്ഷേ വലിയ കാര്യമായ പ്രശ്നങ്ങൾ തലസ്ഥാന ജില്ലയിലില്ല. ഇവിടെ നെയ്യാർ ഡാമിന്റെ അണക്കെട്ട് ഇന്ന് രാവിലെ തുറക്കും. രാവിലെ 7:30ക്കാണ് 4 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം തുറക്കുക. അവിടെ മുന്നറിയിപ്പിന്റെ 3ാം നിലയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഇരുകരകളിലും നെയ്യാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ രാവിലെ പുലർച്ചെ 4 മണിക്കുള്ള കാലാവസ്ഥ അലർട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ 8 മണിക്ക് ശേഷം മറ്റൊരു അലർട്ട് കൂടി വരുന്നുണ്ട്. അവിടെ അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മഴയുടെ അളവ് കുറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തെക്കൻ ജില്ലകൾ പരിശോധിച്ചാൽ അവിടെയാണ് ഈ മഴ കുറഞ്ഞ് ഉയർന്ന ജലനിരപ്പ് ഇറങ്ങാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്.